ഗായ്സ്, അപ്പം ഇന്ന് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇപ്പോൾ ട്രിവാൻഡ്രത്ത് മ്യൂസിയം സൂവും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പോവാട്ടെ. ഞാൻ ഇതിനു മുന്നേ കണ്ടിട്ടൊക്കെ ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഇപ്പോൾ പോവാം. അവളവിടെ അപ്പം ഞങ്ങൾ ട്രിവാൻഡ്രത്തുള്ള സൂവിലൊക്കെ ഇപ്പം എത്തി. ഇപ്പം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് പോവാം. നമ്പീരൊരു ചേട്ടനുണ്ട്. ആ ചേട്ടനെ കാണാൻ വേണ്ടിയിട്ടാണ് പോണത്. ചേട്ടൻ ഞങ്ങളിവിടുത്തെ സ്ഥലത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്, കയറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്കിന്ന് ഫ്രീ ആയിട്ട് ടിക്കറ്റൊക്കെ കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചേട്ടനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ എവിടെയാണെന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഞങ്ങളത് ചേട്ടനെ കണ്ടു. ചേട്ടൻ ഞങ്ങൾക്ക് ഓരോ സ്ഥലങ്ങളൊക്കെ പറഞ്ഞു തന്നത് ഇപ്പോൾ ഇതിനുള്ളിലൊക്കെ കയറി കണ്ടു. ഇതപ്പോൾ ചേട്ടൻ്റെ കൂടെ വേറെ സ്ഥലത്തേക്ക് പോകട്ടെ. ചേട്ടൻ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാണ്. ഗേഡിയാണ്. ഇവിടെ ഭയങ്കര അല്ലമ്പാട്ട ഈ ഷിഫ്റ്റിന് നവ്യ ഇവിടെ ഭയങ്കര ക്യൂട്ട്നെസ് ഒക്കെ വാരി വെതറുന്നുണ്ട്. വേറെ രണ്ട് മെച്ചകളെ പോലെ വരുന്നുണ്ട്. ഇപ്പുറത്ത് ഞങ്ങൾ വേറെ കൊടയെ പിടിച്ച് ഞങ്ങൾക്ക് ടിക്കറ്റൊക്കെ ഫ്രീ ആയി തന്നു. അപ്പോൾ ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിങ്ങനെ പറഞ്ഞ് കാണിച്ച് തന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ കുറേ നടക്കാനില്ല. അപ്പം ഞങ്ങൾ വെള്ളമൊക്കെ നിറച്ച് നടക്കാൻ പോവാണ്. കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ടാണ് വെള്ളം നിറയ്ക്കാൻ പോണേ. ഷിഫ്ന നോക്ക്, കുറച്ച് ഷോർട്ട് ഷിഫ്ന. ഇത് മ്യൂസിയത്തിലോട്ട് കയറി പോവാണ് കഴിച്ച് ഞങ്ങൾ. ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ മൃഗങ്ങളെ തോലൊക്കെ വെച്ച് ക്ലേ കൊണ്ടും അങ്ങനെയൊക്കെ ആക്കിയിട്ട് പക്ഷികളും മൃഗങ്ങളിലൊക്കെ കുറേ ഇതുണ്ടായിരുന്നു കേട്ടോ. കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. ശരിക്കും ഒരു ഫോറസ്റ്റിനുള്ളിൽ കയറിയ പോലെയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പണിക്കര ആർട്ട് ഗാലറിയൊക്കെ കണ്ട് അവിടുത്തെ ചിത്രങ്ങളൊക്കെ നോക്കി. അത് കഴിഞ്ഞ് ഇപ്പോൾ വേറെ ഏതോ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചേട്ടൻ നിൽക്കാട്ടോ. ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് ഇപ്പം ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണ്. ഞങ്ങളത് അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കാട്ടെ. വെയിറ്റ് ചെയ്യാം. ചേട്ടൻ ഞങ്ങൾക്ക് ഇതൊരു തരാന്ന് പറഞ്ഞു. ഇരിക്കാൻ പോലും സ്ഥലമില്ല. അങ്ങനെ ഞങ്ങൾക്ക് ഇരിക്കാനൊക്കെ സ്ഥലം കിട്ടി. ഞങ്ങൾ നാരങ്ങളൊക്കെ കുടിച്ച് ചേട്ടൻ പറഞ്ഞു ഇതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എനർജി ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ട് നാരങ്ങളൊക്കെ തന്നു. ഞങ്ങൾ മലേഷ്യയിലായിരുന്നു, പക്ഷെ ഇവിടെ പ്ലാവ് ഉണ്ട്. വളരെ ഇപ്പൊ ഈ പ്ലാവ് കണ്ടിട്ട് സൂപ്പർ പ്ലാവ്. ആരാടി അത്? ഷിഫ്നെ അതാരെ? എവിടെ? ഏത് കാണിച്ചോ? അവിടെ കാണാനില്ലടി, ഓടിപ്പോയി തോന്നുന്നുണ്ട്. അമ്മിനെ പിടിക്കാൻ ഇറങ്ങേണ്ടത് ആര്യന്റെ വീട്ടിലുള്ള ആൾക്കാരുടെ ആര്യനല്ല, അമ്മിനെ വീട്ടിലുള്ള ആൾക്കാരുടെ അടുത്തേക്ക് കുറച്ച് പരിപാടിക്കിട്ട് ഇനിയിപ്പോ ഇത്ര കുറച്ചു നേരത്തെ ഷിഫ്നേരെ ഡാഡി കൊടുത്തത് പറഞ്ഞു. ഇപ്പൊ നവ്യരെ ഡാഡിയായി. ഈ 40 ഏക്കർ എന്റെ ഡാഡിയുടെ ഇവരുടെ ഡാഡിയാണ് ഇതിൽ സൂ പണിത് നവ്യരെ മറിച്ചു വിറ്റു. സുരക്ഷ എന്റർപ്രൈസ് ആണ് ഇത് ഫുള്ള് പണിയാനുള്ള ഫണ്ടിങ് നടത്തിയത്. സുരക്ഷ എന്റർപ്രൈസ് ഞങ്ങളുടെ ഫാമിലി ബിസിനസ് ആണ്. അഞ്ചു എന്ത് ചെയ്തോണ്ട് വരുന്നത്? അഞ്ചു എന്ത് റോൾ ഇട്ടിട്ട് വരുന്ന? എന്നിട്ട് റീൽസാ അന്നക്കൊണ്ടേനെ കാണണം. ജില്ലാ സുഹൃത്തിക്ക് എന്ത് കാണണോ? അല്ല നവിക്ക് എന്ത് കാണണ്ടേ? പെട്ടെന്ന് എന്താ എല്ലാവരും സൈലന്റ് ആയി എന്നാവോ? എല്ലാവരും ഭയങ്കര ക്ഷീണിച്ചു തോന്നുന്നുണ്ട്. ചുമ്മാ ഇത് വേറെ മേളിന്ന് വെള്ളം ചാടിയിട്ട് ഓരോ ഇതിൽ പിടിച്ചു വെച്ച് സോണർത്തുന്ന കേസ്
ഇന്നലെ രാത്രി ഞാൻ വിളിച്ചിട്ടെടുത്തില്ല. നവ്യരെ കൂട്ടുകാരനാണ്. ഗൈസ് അപർണയൊക്കെ ഇരുന്ന് മടുത്തത് ഇവിടെ ഇങ്ങനെ ഫോൺ നോക്കി കേറിയിരിക്കുകയാണ്. ഇവിടെ കരടിക്കുട്ടൻ നടന്നുകൊണ്ട് കളിക്കുന്നുണ്ട്. 2 എണ്ണം ഭയങ്കര നടക്കാൻ വയ്യ. എവിടെയെങ്കിലും ഒക്കെ ഇരുന്നാ ഉച്ചക്ക് ചോറിന്റെ ഇല്ല. ഞങ്ങള് ഉപ്പുമാവ് രാവിലെ കഴിച്ചപ്പോ ഞങ്ങൾക്ക് അഹങ്കാരം അഹങ്കാരം. എന്നിട്ട് ഇപ്പൊ വിശന്നിട്ട് നടക്കുക. ഒരു നാരങ്ങ വെള്ളം മാത്രം കുടിച്ചുള്ള നല്ല ഹിപ്പോപ്പൊട്ടാമസും കയറി വന്നു. കുഞ്ഞി ഹിപ്പോപ്പൊട്ടാമസും ഉണ്ട് കേട്ടോ. കണ്ടോ കുഞ്ഞിത് കുളി കഴിഞ്ഞതേ എല്ലാരും കയറി വന്നു. കുളിച്ചോണ്ടിരിക്കുക കേട്ടാ. താഴ്ന്നു. ഇവിടെ 3-4 എണ്ണം ഉണ്ട്. ഇതിന്റെ ഇടയിൽ ഇവിടെ എന്തോ ഭയങ്കര ഗൂഢാലോചനയൊക്കെ നടക്കുന്നുണ്ട്. കേരളത്തിൽ വെച്ചിട്ട് ഏറ്റവും വലിയ സൂ ട്രിവാൻഡ്രത്തല്ലേ. അപ്പൊ കൊറേ നടന്ന് മടുത്തു കിട്ടാ. നോക്ക് ഭയങ്കര സുന്ദരികളായിട്ട് വരുന്ന. ഇപ്പൊ നോക്ക് മുടിയൊക്കെ ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് വരുന്നത് നോക്ക്. മടുത്തു എല്ലാവരും. ഇപ്പൊ പോണ്ട. കൊറച്ചേരം വെയിറ്റ് ചെയ്ത് കൊറച്ചേരം ഇരുന്ന് റെസ്റ്റ് ചെയ്തിട്ടൊക്കെ പോവാ. അവിടെ ഒരു കട കണ്ടതിൻ്റെ ആവശ്യത്തിലാണ് കേട്ടോ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. പോയിട്ട് വല്ല വെള്ളമൊക്കെ വാങ്ങി കുടിക്കാന്ന് വിചാരിച്ചു. അവിടെ നിന്ന് അങ്ങനെ ഒന്നും കിട്ടിയില്ല. അപ്പം ഞങ്ങൾ പുലീനെയൊക്കെ കണ്ട് പതുക്കെ അവിടെ സൈഡിൽ ഇരിക്കുകയെന്ന് വിചാരിച്ച് അവിടെ ഇരിക്കുകയായിരുന്നു ഞങ്ങളെല്ലാവരും കൂടി. എല്ലാവരും അടുത്തത് ഇവിടെ ഇരിപ്പായി. ഇനി കാണുന്നില്ല. ഞങ്ങൾ തിരിച്ച് നടക്കാൻ പോയിനി. ഇതിനുള്ളിൽ പകുതി സ്ഥലങ്ങൾ ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടാ. ഞങ്ങൾ പകുതി സ്ഥലങ്ങൾ നടന്ന് കാണാനായിട്ട് നിന്നില്ല. എല്ലാവർക്കും മടുപ്പായിരുന്നു. ഉച്ചയായിരുന്നു. ഇതിന്റെ ഉള്ളിൽ എന്തുട്ടാ? ഇതിന്റെ ഉള്ളിൽ കടുവിൻ്റെ കളറുകളോടി ബ്ലൂവും യെല്ലോയും പറഞ്ഞിട്ടേ ഇതിന്. മക്കാവും. മടുത്ത് ഞങ്ങൾ ആയമ്പാടിയിലൊക്കെ എങ്ങനെയെങ്കിലും എത്തിയാൽ മതി. നിങ്ങൾ പ്ലാൻ ബി വരെ ഇട്ട് തുടങ്ങി. തലയിറങ്ങി വീഴാന്ന്. തലയിറങ്ങി വീണാൽ വണ്ടിയിൽ പോവാ. പക്ഷെ 8 പേരെ കൊണ്ടുപോയില്ല. നവ്യനെ കണ്ടോട് കൂട്ടിട്ട് ഭയങ്കര സന്തോഷം. നവ്യര് പിന്നാലെ വരുന്നു. നവ്യരാളാ തൊരയോട് കൂടിയിട്ട് പോകുന്ന ആൾക്കാരെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇപ്പോ എത്തിട്ടാ എക്സിറ്റ് എത്തി. പക്ഷെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരാരും കാണാനില്ല. എവിടെയാണാവോ ഞങ്ങൾ പോവാൻ വേണ്ടിയിട്ട് വണ്ടി ഓട്ടോ ബുക്ക് ചെയ്ത് ഞങ്ങൾ നിൽക്കുവാണ് ഗൈസ്. അപ്പൊ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവാട്ടോ. അങ്ങനെ നമ്മൾ ലുലു മാൾ എത്തിയിരിക്കുന്നു. നമ്മൾ ലുലു മാളിൽ പോയിട്ട് കാണാം. ഞങ്ങൾ ലുലു മാളിൽ എത്തിയിരിക്കുന്നു. ഫസ്റ്റ് നമ്മൾ പോകണം സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. അവിടെ നിന്ന് പോയിട്ട് നമ്മൾ ഫുഡൊക്കെ വാങ്ങിച്ചത് അപ്പോൾ ഫുഡ് കോർട്ടിലോട്ട് പോവാട്ടാ. ഫുഡ് കഴിക്കാൻ ഫുഡ് കോർട്ടിലോട്ട് പോവാ. ഫുഡൊക്കെ വാങ്ങിച്ചു. ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. കുറച്ച് നേരം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഗെയിംസൊക്കെ കളിക്കുന്നതൊക്കെ കണ്ടിരുന്നു കേട്ടോ. ഞങ്ങളെ ഗെയിംസൊന്നും കളിച്ചില്ല. പിന്നെ ഞങ്ങളവിടെ കുറേ നേരം മടുത്തപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരുന്നു ഓരോരുത്തർ കളിക്കാനൊക്കെ കണ്ടത്. ഇപ്പോൾ ഞങ്ങൾ തിരിച്ച് പോകാൻ വേണ്ടി നിൽക്കുക. ഇവിടെ ലുലു മോള് കറങ്ങി കണ്ട് കഴിഞ്ഞു. ഇനി ഇതേ ഞങ്ങൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ് ഗൈസ്. ഇവിടുത്തെ കറക്കൊക്കെ കഴിഞ്ഞു.